ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം. ജോസ്മി ആട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കളില്ലേ, അവർക്ക് മുഖത്തുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കളില്ലേ, അവരുണ്ടാകുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കൾ, അല്ലെന്നുണ്ടെങ്കിൽ ദേഹത്തുണ്ടാകുന്ന കുരുക്കൾ, ഈ റാഷസ് എന്നൊക്കെ നമ്മൾ പറയും. ഈ ഒരു സംഭവത്തിന് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വെറുതെ ഞാനങ്ങ് പറയുമല്ല ചെയ്യുന്നത്. കുഞ്ഞാവയ്ക്കും ജോർഡിൻ വാവയ്ക്കും സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. സെയിം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്ത് കണ്ണും മൂക്കും അല്ലാതെ വേറൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുരുക്കളുണ്ടായിരുന്നു. അത്രയ്ക്കും കട്ടിക്കുള്ള കുരുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞ രീതിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്ത് നമ്മൾ എന്താണ് ചെയ്തത്, എങ്ങനെ ചെയ്തിട്ടാണ് മാറ്റിയെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് വേദന വിട്ടിട്ട് പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജോർഡിൻ വാവയ്ക്കും ഈ ഒരു സെയിം പിമ്പിൾസ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം പേടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ഒരു കുരുക്കളെന്ന് ജോൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുഖത്ത് കുരുക്കളൊക്കെ വെച്ചിട്ട് കാണുന്നത്. അങ്ങനെ കുരുക്കൾ ഭയങ്കരമായിട്ട് മുഖം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുരുക്കൾ കുഞ്ഞാടെ ഭാഗത്തുണ്ടായപ്പോൾ നമ്മൾ ഡോക്ടർമാരെ അടുത്ത് നമ്മൾ കൊണ്ടുപോയി അവരെ കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അത് അവരുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതുകൊണ്ടാണ്, നിങ്ങൾ എന്തെങ്കിലും ലോഷൻസ് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലോഷൻസ് അവർ ഒരു കാര്യം മെയിനായിട്ട് കാര്യം സ്കിന്ന് ഡ്രൈ ആവുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കുഞ്ഞാവിനെ സംബന്ധിച്ച് അവൻ അത്രയും ദിവസം NIC കിടന്നതാണ്. പിന്നെ ചില പിള്ളേർക്ക് ഫോട്ടോതെറാപ്പി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങൾ വരും. പിന്നെ ഒരുപാട് ലൈറ്റ് ചൂട് ഇങ്ങനെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതുകൊണ്ടാണല്ലോ ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പം ഈ ലോഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ധൈര്യം വന്നില്ല. കാരണം എല്ലാ ലോഷനും അല്ലെങ്കിൽ എല്ലാ ക്രീമും ഓരോ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനും എങ്ങനെയാണ് അതിനെ ആ സ്കിന്നെ അക്സെപ്റ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി സ്കിന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സമയത്ത് നമ്മൾ ഒരു ലോഷൻ അപ്ലൈ ചെയ്താൽ അത് ചിലപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് കാരണമാകും. കാരണം നമുക്ക് നോർമൽ ആയിരിക്കുന്ന സ്കിന്നിലോട്ട് നമ്മളൊരു ലോഷൻ അപ്ലൈ ചെയ്താൽ അത് കുഞ്ഞിന് സ്യൂട്ട് ആണോ അല്ലയോ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾറെഡി പ്രോബ്ലം ഉള്ള ഒരു സ്കിന്നിലോട്ട് കൊണ്ടിട്ട് ഒരു ലോഷൻ അപ്ലൈ ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് വന്നില്ല. കാരണം ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ അതിന് പകരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഡ്രൈ എന്നുള്ളൊരു സംഭവം എൻ്റെ തലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഡ്രൈ ആണല്ലോ പ്രശ്നം എന്നുള്ളത്. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവൻ്റെ മുഖം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടച്ചു കൊടുക്കും തണുത്ത വെള്ളത്തിൽ. തണുത്ത വെള്ളത്തിൽ ചുമ്മാ പോയിട്ട് കഴുകലുണ്ട്. ഇപ്പം ചെറുതായിട്ട് വോമിറ്റൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ മൊത്തത്തിൽ കഴുകി കൊടുക്കുമല്ലോ എന്ന് പറയും പോലെ, കുളിപ്പിക്കാൻ നേരത്ത് കഴുകുന്ന പോലെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാനിപ്പം ഒന്ന് വാഷ്റൂം പോകണം, എൻ്റെ കൈ ഞാൻ നനച്ചിട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുഖം ഞാനിങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കും. മുഖത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ കൈ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മളൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അത് നനച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് നമ്മളിങ്ങനെ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മാറി കിട്ടും. കാരണം ഞാൻ അങ്ങനെ കണ്ടതാണ് അവൻ്റെ അത് മാറാൻ തന്നെ കാരണം. ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നനച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവൻ്റെ മുഖവും നെറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് 2-3 സമയത്ത് മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. 1/2 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ചെയ്തോ. അത്രയും. കാരണം ആ ഒരു ഡ്രൈനെസ് മാറി നമ്മുടെ കുഞ്ഞിൻ്റെ ഹൈഡ്രേറ്റ് ആക്കി എടുക്കുവാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു നനഞ്ഞ ക്ലോത്ത് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കുക. ഇങ്ങനെ നനച്ച് ജസ്റ്റ് തുടച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പതിയെ ആ പിമ്പിൾസ് താന്ന് പോകുന്നത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കുഞ്ഞിൻ്റെ സ്കിന്ന് ക്ലിയർ ആവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അത്രയും പിമ്പിൾസ് ഉണ്ടായിരുന്ന ഒരു മുഖം ഇപ്പോൾ ഉള്ള ഒരു ക്ലിയർ സ്കിന്നിലോട്ട് വരാൻ തന്നെ കാരണം ഞങ്ങൾ ഇങ്ങനെ നനച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. അതിനുശേഷമാണെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അവൻ്റെ മുഖം ചെറുതായിട്ട് ഇങ്ങനെ കഴുകിയൊക്കെ കൊടുക്കും. കാരണം ഡ്രൈ ആവരുത്. കാരണം എൻ്റെ ഡ്രൈനെസ് എന്തായാലും അവൻ്റെ സ്കിന്നിനുണ്ട്. അവൻ്റെ ഒരു ചെറിയ ഡ്രൈ സ്കിന്നാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയതിന് ശേഷം മാത്രമാണ് ഞാൻ കുഞ്ഞാവയ്ക്ക് ലോഷനോ ക്രീമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് പോലും. അല്ലാതെ ഈ ഒരു പിമ്പിൾസ് കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും സക്സസ് ആവും, ഉറപ്പുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖത്ത് ഇങ്ങനത്തെ ഇതുപോലെ നിറച്ചും കുരുക്കളുണ്ട്, പക്ഷേ കുഞ്ഞ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. നമ്മൾ അവിടെ തൊടുമ്പോഴൊക്കെ കുഞ്ഞാവ് ഭയങ്കര കരച്ചിലാണ്, അത് വല്ലാതെ പിന്നെ സ്പ്രെഡ് ആവുന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കാൻ നിങ്ങൾ മറക്കരുത്. കാരണം ചിലപ്പോൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ അലർജിയോ എന്താണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത എന്തെങ്കിലും ലോഷൻ്റെ അലർജിയാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഇനി ഫുഡ് അലർജിയാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ എല്ലാം നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞാവയ്ക്കും കിട്ടുമല്ലോ. അങ്ങനെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങൾ ഡോക്ടറെ തന്നെ പോയി കാണിക്കാം. എന്നാൽ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ അത് വേദനയില്ലാത്ത കുരുക്കളാണ്. കുഞ്ഞുങ്ങൾ അതവിടെ തന്നെ ഇരിക്കുന്നുണ്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഒരുപാട് കുരുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു വാട്ടർ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിനുള്ള എക്സാമ്പിളായിട്ടാണ് ഞാനും കുഞ്ഞാവയും ഇവിടെ ഉള്ളത് തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.